പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശബ്ദം കുറവാണെന്ന് ചില ഒരു പരാതി ഉണ്ട്. നമ്മുടെ മൈക്ക് ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ട് അത് ഡൽഹിയിലേക്ക് അയച്ചിരിക്കുകയാണ് സർവീസ് ചെയ്യാനായിട്ട്. അത് ഇതായിട്ട് കിട്ടിയില്ല. പഴയ മൈക്ക് അതിന്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ലേ, അപ്പം അത് കാരണം അത് അവർ നമ്മൾ വാങ്ങിച്ച സ്ഥലത്ത് കൊടുത്തു. അപ്പം അവരത് അവിടേക്ക് അയച്ചു, ഡൽഹിയിലേക്ക് അയച്ചേക്കാം. അപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി. അപ്പം നമ്മുടെ പഴയ മൈക്കുകൾ വെച്ചിട്ടാണ്, ഇതിനൊക്കെ സൗണ്ട് കുറവായിട്ടാണ് നമ്മൾ പുതിയത് വാങ്ങിച്ചത്. അപ്പം ഇത് വെച്ചിട്ട് അത് കിട്ടണവരെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കമൻറ്റ് കേട്ടാ, റെജി മാത്യു. കഴിഞ്ഞ കമൻറ്റ് വായനയിലുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് ടു സരിത, ടേക്കിംഗ് സോ മച്ച് ഇഫേർട്സ് ഫോർ റീഡിങ് ദി കമൻറ്റ്സ്. അജു ലൈക്കിംഗ് ലൈക്ക് യാ സ്മൈലി ആൻഡ് 2 വേർഡ് ഓഫ് ലവ്, ഹഹ. റെജി KS. എനിക്ക് ഫുൾ അർത്ഥം മനസ്സിലായില്ല. എന്നോടേ ഹാറ്റ്സ് ഓഫ് പറഞ്ഞേക്കാ. ഞാൻ ടു മച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ കമൻസ് ഒക്കെ വായിക്കണേന്. ചേട്ടന് സുഖാന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുക, ആ ഓ ഇങ്ങനെയൊക്കെ പറയല്ല വേണ്ടോ. വേറെയും ഇതിൽ കമന്റ് ഉണ്ട്, ഇത് എപ്പോഴും സരിത തന്നെ വായിക്കാണ്ട് അജുവിനെ ഇടയ്ക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു തവണ വായിച്ചു, അപ്പോൾ എല്ലാവരും പറഞ്ഞ് സരിത വായിച്ചാൽ മതി പറഞ്ഞു. സരിതിക്കാൻ അതിൻ്റെ താളത്തിനും അതിനനുസരിച്ചാണ്ട് വായിക്കാനറിയാം. അതുകൊണ്ടാണ് സരിതനെ കൊണ്ട് വായിപ്പിക്കുന്നത് കേട്ടോ. അടുത്തത് കവിതയൻ. തമാശ അതല്ല, ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പെരുമ്പാമ്പിനെ എല്ലായിടത്തും നോക്കും, പിന്നെ ഓർക്കും നിങ്ങളുടെ അവിടെ കാണുന്ന പാമ്പിന് ഞാനെന്തിനും ഇവിടെ നോക്കുന്നേന്ന്. ശരിയാ. നമുക്ക് അത് ഈ പാമ്പിൻ്റെ കേസിൽ മാത്രം അങ്ങനെയാണ്. നമ്മളിപ്പോൾ വട്ടം കൂടിയിരുന്നൊക്കെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വല്ല പാമ്പിൻ്റെ കാര്യത്തിലേക്ക് എത്തും. അപ്പോൾ ഓരോ സ്ഥലത്ത് പാമ്പിനെ കണ്ട കഥ അങ്ങനെ. അപ്പോൾ അവരപ്പുറത്തെ ആൾക്കുള്ള അനുഭവം ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മേലാരെങ്കിലും തൊട്ട അയ്യോ അങ്ങനെ തോന്നും, പെട്ടെന്ന് പാമ്പ് ആണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീല് വരും. സ്വപ്നത്തിൽ കാണും. പിന്നെ അങ്ങനെ. ശ്രീരഞ്ജിനി B, പാട്ട് സൂപ്പർ. സരിത ആൻഡ് അജു. എൻ്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ കാനന ചായയിൽ പടിയിൽ എൻ്റെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി വയ്ക്കും. പക്ഷേ എനിക്ക് മധുരമുള്ള ഒരു കൂട്ടാൻ ഇഷ്ടമല്ല. എനിക്ക് നേരെ തിരിച്ചാൽ മധുരമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമല്ല. അതിനാൽ അമ്മ ഞങ്ങളെ കാണാൻ കൽപ്പാക്കം വരുമ്പോൾ നാട്ടുമാമ്പഴം കൊണ്ടുവന്ന് അമ്മായിയമ്മയും മരുമകനും കൂടി കുശാലായി കഴിക്കും. നാട്ടിൽ വന്നപ്പോൾ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ ശർക്കര ഇടില്ല. അടുത്തത് ബിന്ദു ധനജൻ. ഇന്ന് കമൻറ്റ് വായിച്ചപ്പോൾ ബിന്ദുക്കളായിരുന്നു അധികവും. മലമ്പാമ്പിനെ വിട്, അത് അതിൻ്റെ വഴിയെ പോയിക്കോളും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയൊക്കെ അവറ്റകൾ തേരാ പാര നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പ്രശ്നമില്ലാതായി. അവരെ പുഴ സൈഡാണ് വീട്. നമ്മളന്ന് പോയില്ലേ മണലൂര്. അപ്പോൾ ആ പുഴയുടെ അവിടേക്ക് ആ സ്റ്റീൽ പാലത്തിൻ്റെ അവിടേക്ക് നമ്മളോട് വരാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇവർ വീട്. അപ്പോൾ ഈ പുഴ സൈഡിലൊക്കെ കണ്ടമാനം മരത്തിൻ്റെ മുകളിലൊക്കെ നോക്കാണ് ആളിന് നമ്മളെവിടെയെങ്കിലും വീക്ഷിക്കണ്ടോന്ന്. കഴിഞ്ഞ കമൻറ്റ് വായനയിൽ കുറേ ഞാൻ പറഞ്ഞിട്ടില്ലേ, കമൻ്റ് ഇടുന്നതിൽ കുറേ പേര് ബിന്ദു എന്നാ. യുണൈറ്റഡ് ടയേഴ്സ്. മലമ്പാമ്പ് മരത്തിൻ്റെ മുകളിൽ നിന്നും ഇരയുടെ മുകളിലേക്ക് ചാടി വീണ് ചുറ്റി വരിഞ്ഞു മുറുക്കി കൊന്നു വിഴുങ്ങും. ഇതാണ് അവരുടെ രീതി, സൂക്ഷിക്കണം. അത് മനുഷ്യരായാലും അവർ ഇരയാക്കും. മരത്തിൻ്റെ മുകളിലൊക്കെ നോക്കണം. അത് കളഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരല്ലോ. ആ സൈഡാണ് ഈ മരുഭൂമി പോലെ ഇരിക്കുക. ഇത് പറമ്പ് ആകെ അതിൽ നടക്കുമ്പോൾ ശരിക്കും ഭയങ്കര ചുട്ട ഭൂമിയൊക്കെ മരങ്ങളും ഈ കുറ്റിക്കാടുകളൊക്കെ പോയ കാരണേ ആകെ ഒരു വരണ്ട പ്രദേശമായി. അപ്പം അങ്ങോട്ട് പാമ്പ് എന്തായാലും പോയില്ലേ. ഇനി തണുവുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ ഈ വശത്തേക്കാണ് വരാൻ സാധ്യത. കിട്ടണത് ഇവിടെ അല്ലേ, ഇവിടെ കോഴികളുടെ മണം കിട്ടില്ലോ അതിന്. അപ്പം അത് കയറി വരാനുള്ള സാധ്യത. 2 നായ്ക്കളുണ്ടല്ലോ, ചാർലിയും ഇമ്രാനും. അപ്പം അവരൊക്കെ മണം കിട്ടുമ്പോൾ കയറി വരാൻ സാധ്യത കൂടുതലും ഇവിടെ അവിടേക്ക് തന്നെയാണ്. മരങ്ങളൊക്കെ നോക്കണം. ശാന്തകുമാരി. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. മൊബൈലിൽ അല്ലാത്തത് കൊണ്ട് കമൻ്റ് ഇടാൻ പറ്റാറില്ല. മലമ്പാമ്പ്, അതിനെ സൂക്ഷിക്കണം. അത് ഭക്ഷണം കഴിക്കാതെ കുറച്ച് ദിവസം ജീവിക്കും, പക്ഷെ പിന്നീട് അത് കിട്ടാവുന്ന എല്ലാത്തിനെയും ഭക്ഷിക്കും. എവിടെയും ഇഴഞ്ഞു കയറാൻ മിടുക്കരാണ്. കുടില്, സ്വിമ്മിംഗ് പൂള് വളരെ ശ്രദ്ധിക്കുക. ചാർലി ഇമ്രാൻ, ഇവരെ കെട്ടിയിടരുത്. അവര് മറന്നു തോന്നുന്നുണ്ട്. അവരിപ്പോ പകലും രാത്രിയൊക്കെ കഴിച്ചു വിടുന്നുണ്ട്. പക്ഷെ അവർ ചാടലിന് നമ്മളെ ഇതാക്കാൻ വേണ്ടി, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവരഭിനയിക്കണതാണോ അതോ ഇനി ചാടണേൻ്റെ സീസൺ കഴിഞ്ഞോ ഒന്നും അറിയില്ല. രണ്ടുപേരും ഇപ്പൊ ചാടാൻ ഫുൾ ടൈം ഇവിടെ അടുത്തുണ്ട്. ഇനി
ഒരു സ്ത്രീ ഒരു മലമ്പാമ്പിനെ വീടിനുള്ളിൽ വളർത്തിയിരുന്നു. നമ്മുടെ നാട്ടിലല്ല. അതിനു വേണ്ട ഭക്ഷണം കൃത്യമായി നൽകി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ഭക്ഷണമൊന്നും കഴിക്കാതായി. ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങളെ ഭക്ഷിക്കാൻ തയ്യാറെടുപ്പ് എടുക്കുകയാണ് എന്നാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് ചിന്തിക്കാം. അതിന് കിട്ടും വരെ സൂക്ഷിക്കുക. രാത്രി പുറത്തു വെച്ചുള്ള പാചകം വേണ്ട. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. അജുവിൻ്റെയും സരിതയുടെയും പാട്ട് ഇഷ്ടമായി. അത് യുക്കെല്ലാം അവിടെ പാമ്പുകളൊക്കെ പെറ്റായിട്ട് വളർത്തും ആളുകൾ. ഇപ്പോൾ പട്ടീനെ പൂച്ചേനെ വളർത്തണ പോലെ സകല സാധനങ്ങളും പെറ്റ്സായിട്ട് അവർ വളർത്തുന്നു. അങ്ങനെ പാമ്പിനെയാണ് ഒരു പെണ്ണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്, മലമ്പാമ്പിനെ. അങ്ങനെ അത് ഞാൻ വായിച്ചിട്ടുണ്ട് മുന്നേ. അത് ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ അത് ഈ വെറ്റിനറി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പാന്ന്. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അതിങ്ങനെ അളവെടുക്കുന്നു നമ്മളെ. നമ്മുടെ അടുത്ത് ഇങ്ങനെ നിവർന്ന് കിടന്ന് നമ്മളെ എത്രയുണ്ട് വലിപ്പം അങ്ങനെയൊക്കെ അളവെടുക്കുത്രേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണത്. ഏറ്റവും രസം പാമ്പുകളിൽ ആനക്കൊണ്ടര കാര്യമാണ്. ആനക്കൊണ്ടര ആണ് പെണ്ണായിട്ട് ഇണചേരാനായിട്ട് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ 10-15 കിലോമീറ്റർ ആള് അന്വേഷിച്ച് പിടിച്ച് അവിടേക്ക് ചെല്ലും പെണ്ണിന്റെ ശക്തി. എന്നിട്ട് ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ ആണിനെ വീഴുന്നു. അതല്ല ഈ ഇത്രയും 4-5 കിലോമീറ്റർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 12 മുതൽ 15 എൻ്റെ ഓർമ്മ. അതെ, അപ്പം എന്നാ അതാവും ശരി. ഇത്രയധികം കിലോമീറ്ററുകൾ അകലെന്ന് ഒരു പാമ്പല്ല വരാ, കുറെ എണ്ണം വരും. വന്ന് ഈ പെണ്ണിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ പിന്നെ അവര് തമ്മിൽ യുദ്ധ. ഇവൾക്ക് വേണ്ടി അതിൽ ജയിക്കുന്നവനാണ് ഇവളായിട്ട് മേറ്റ് ചെയ്യുക, ഇണചേർന്ന് കഴിയുന്നതോടുകൂടി ഇവളെ അതിനെ പിടിച്ച് വിഴുങ്ങുകയും ചെയ്യും. പെണ്ണാണേക്കാളും വലിപ്പം ഭയങ്കര കൂടുതലായിരിക്കും. ഓരോരോ എന്താ പറയാ ജീവികളുടെ ഇത് അല്ലേ. ബിന്ദു അജി, നമ്മൾ താമസിക്കുന്ന വീടും മറ്റൊരു വീടും ഒരു മതിലിൻ്റെ വ്യത്യാസം. ആ ചേച്ചിയുടെ കാര്യം പറയാം. അവരുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വീട് മതിലിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ കൂടുതൽ കടകളാണ്. ഈ വീട്ടുകാർ ഇടയ്ക്ക് മകളുടെ അടുത്ത് പോകും US-ൽ. അപ്പോൾ ഒരു സെക്യൂരിറ്റി വരും. രാത്രിയിൽ ഇയാൾ സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത്. പതിവ് പോലെ കിടക്കാൻ വന്ന ഇയാൾ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചു. ഹസ്ബൻഡ് പുറത്തു പോയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഡോർ അടച്ചിട്ടിരുന്നു. ഇയാൾ അപ്പുറത്തെ കടക്കാരെ വിളിച്ചു കൊണ്ടുവന്നു. അവർ നോക്കി നിന്നു, തിരിച്ചുപോയി. ഇയാൾ പേടിച്ച് നമ്മളെ വിളിച്ചു. ഞാൻ മോനെ പറഞ്ഞു വിട്ടു. അവൻ ചെന്നപ്പോൾ സംഗതി എന്താ വെച്ചാൽ അവിടെ നിന്ന് പോയി ഫോട്ടോ എടുത്തിരുന്നു. മോൻ പറഞ്ഞിട്ട് അവൻ ചെന്നിട്ട് അവിടെ ചെന്ന് ഫോട്ടോ എടുത്തു. നമ്മളെ വിഴുങ്ങുന്ന അത്രയും വലുപ്പമുള്ള ഒരു മലമ്പാമ്പ്. പിറ്റേന്ന് തന്നെ അയാൾ ജോലി മതിയാക്കി പോയി. പക്ഷെ പാമ്പിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തുണി വിരിച്ചു കൊണ്ട് നിന്നപ്പോൾ ഒരു മഞ്ഞ വയർ എൻ്റെ തോളിൽ വന്ന് വീണു. പെട്ടെന്ന് ചാടി ആ മതിലിൽ കയറി നോക്കിയപ്പോൾ പച്ചിലപ്പാമ്പ്. അവരുടെ മതിൽ നിറച്ചു മുള നട്ടേക്കാണ്. എന്നിട്ട് അത് പോരാഞ്ഞ് നമ്മുടെ മതിലിൽ നീലപ്പൂവ് പിടിക്കുന്ന വള്ളിച്ചെടി. ഇതിൻ്റെ അകത്ത് പാമ്പ്, ഉടുമ്പ് എല്ലാം ഉണ്ട്. അടിപൊളി. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ചെറിയ മൈക്രോഫോണുകൾ ഡ്രസ്സിലൊക്കെ കുത്തുന്നത് അതൊക്കെ ഇപ്പം എവിടെ? ഇപ്പോൾ ഉപയോഗിക്കുന്ന പഴയ ക്ലിപ്പ് പോലത്തെ ആണല്ലോ. ഇതാണെങ്കിൽ വലിപ്പം കൂടുതലുമാണ്. വേണമെങ്കിൽ ദിവ ബൈ D&Sന്റെ ഒരു അഡ്വർടൈസ്മെന്റ് അതിന്മേൽ കാച്ചിയാലോ? എന്തേ? അതായത് അത്രയും വലിപ്പമുണ്ടെന്ന് ആ മൈക്കിന്. റോഡിന്റെ മൈക്ക് അതിനാണ് ഏറ്റവും വില. അത് 33,000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള സാധന ആ റോഡിന്റെ മൈക്ക്. അതിപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ അതിന്റെ ഹോളി ലാൻഡിന്റെ വാങ്ങിച്ചത്. ഇപ്പൊ എല്ലാവരും ഹോളി ലാൻഡിന്റെയാണ് വാങ്ങിക്കുന്നത്. അത് ഇത്രേ ഉള്ളൂ, പിന്നെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും എവിടെ ആണെങ്കിൽ. അപ്പൊ അതിനൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അത് നമ്മൾ നന്നാക്കാൻ കൊടുത്തു. ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ആ റോഡിന്റെ മൈക്കും ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കുക ചേട്ടാ. എന്നിട്ട് അതിന്റെ കംപ്ലൈന്റ് അറിഞ്ഞൂടെ? അതിനും സൗണ്ട് കുറഞ്ഞേ, ഒരു മൈക്കിന് സൗണ്ട് കുറവ്. അത് ഇവര് അത് തമാശയാക്കണം. അത് ചെക്ക് ചെയ്തതാ ചേട്ടനും ജഗ്ഗും കൂടി. ഞാൻ കടയിലായിരുന്നു. അപ്പോൾ ചേട്ടൻ ജഗ്ഗും കൂടിയിട്ട് അത് ആ വർക്കിംഗ് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ ചേട്ടൻ ഒരു മൈക്ക് വെച്ചു, ജഗ്ഗു ഒരു മൈക്ക് വെച്ചു. എന്നിട്ട് ഇവർ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ജഗ്ഗുവിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്, ചേട്ടൻ്റെ കേൾക്കാനില്ല. അപ്പം മൈക്കുകൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് മാറി. ചേട്ടൻ കുത്തിയത് അവന് കൊടുത്തു, അവൻ്റെ ചേട്ടന് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തു. അപ്പോഴും അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചേട്ടൻ്റെ കേൾക്കുന്നില്ല. അപ്പം മൈക്കിനാണോ കുഴപ്പം, ചേട്ടനാണോ കുഴപ്പം? എനിക്ക് മൊത്തത്തിൽ കുഴപ്പമുണ്ടല്ലോ. ഇനി പണ്ട് കീറിപ്പൊളിഞ്ഞ ട്രൗസർ ഇട്ടിരുന്നത് പാവപ്പെട്ടവർ, കാശില്ലാത്തവരൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാശുള്ളവരാണ് കീറിപ്പൊളിഞ്ഞ് ഇടുന്നത്. ഫാഷനാണത്രേ. നമ്മുടെ ദിവയിൽ ഇമ്മാതിരി ഐറ്റംസ് കുറച്ചെടുത്ത് വെക്കാമായിരുന്നു, സെയിലുണ്ടാവും. അവിടെ അങ്ങനത്തെ ഒന്നുമില്ല, കീറിപ്പൊളിഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അല്ലാണ്ടുള്ള മോഡേൺ വെസ്റ്റേൺ വെയർ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അടുത്ത് മീന ശ്രീധരൻ, നിങ്ങളുടെ ഡ്രസ് ഷോപ്പിൽ ഞങ്ങൾ വരണം ഒരു ദിവസം. അവിടെ വെച്ച് സരിതയെ കാണാലോ, അജുവിനെയും മോനെയും കാണണമെന്നുണ്ട്.
ഇവിടെ 29-ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അവിടെ ഫ്ലൈറ്റ് ഒന്നും ശരിയായി തുടങ്ങിയിട്ടില്ലല്ലോ. മലമ്പാമ്പ് മരക്കൊമ്പിൽ കയറി കിടക്കൂട്ടോ, ശ്രദ്ധിച്ചോളോ, കിണറ്റിൽ നിന്ന് അത് കയറി വരൂട്ടോ. മരത്തിന്റെ മുകളിലാണ് ഇപ്പൊ ശ്രദ്ധ. അങ്ങനെ മുകളിലേക്ക് നോക്കി നടക്കണ്ട, ആകാശം നോക്കി നടക്കാന്ന് പറയില്ലേ, അടിയിലേക്ക് തല ഉയർത്തി നടക്കണം നമ്മള്. അടിയിലേക്ക് നോക്കണം, അടിയിലേക്ക് നോക്കാൻ ചാർലിയും ടീമും. ഒരു വാന നിരീക്ഷകന്റെ കേട്ടില്ലേ, ഫുൾ ടൈം മുകളിൽ നോക്കി വാന നിരീക്ഷണം നടത്തി, വലിയ പണ്ഡിതനായിട്ട് നടന്നിട്ട് അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു. ഇടയ്ക്ക് അടിയിലേക്ക് നോക്കണ്ടേ. അടുത്തത് മിഥുൻ പി വേണു. ഈ പറയുന്ന നാട്ടുമാങ്ങ എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. ചെറുതിൽ ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ മഴയത്ത് കാറ്റടിക്കുമ്പോൾ കുടയും പിടിച്ച് ഓടിപ്പോയി മാങ്ങ പെറുക്കുമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു അതിർത്തിയിൽ. അവർക്ക് എന്നും ആ മാവ് ശല്യമാണ്. എന്നാലോ കാറ്റടിച്ചാൽ ആദ്യം ഓടിയെത്തുക അവരുടെ വീട്ടിലെ കുട്ടികളാണ്. മുഴുവൻ പെറുക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അക്കാര്യത്തിൽ മാവിനോട് വലിയ സ്നേഹമാണ്. മാങ്ങയില്ലാത്ത സമയം മുഴുവൻ ആ മാവിൽ നിന്ന് വീഴുന്ന ഇലയെ പറ്റിയും മറ്റും എന്നും കുറ്റമാണ്. അത് മുറിക്കാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വലിയ പടുകൂറ്റൻ മുത്തശ്ശിമാവായിരുന്നു അത്. ഒടുവിൽ അവരുടെ ആഗ്രഹപ്രകാരം മുറിച്ചു. എൻ്റെ എല്ലാം ചെറുപ്പം കഴിഞ്ഞാണ് മുറിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മാങ്ങയുള്ള മാവുള്ളതും ഒക്കെ ഒരു കഥയായി പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് വലിയ അത്ഭുതമാണ് കാറ്റടിക്കുമ്പോൾ വീഴുന്ന മാങ്ങയോ. കാറ്റടിക്കൽ വീഴുന്ന മാങ്ങയോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേടായിരിക്കും, അതാണ് വീഴുന്നത് എന്നാണ് അവര് പറഞ്ഞ് വാദിക്കുന്നത്. ചിലർക്ക് എന്താ പറയാ, കുറ്റം പറയാൻ തന്നെ ശരിയാ. അത് എന്താ പറയാ, മാങ്ങ വേണം താനും, എന്നാ ഇല പൊഴിയാനും പാടില്ല. അല്ല, ഈ ഇല പൊഴിയുന്നത് കൊണ്ട് അടിച്ചു വരാൻ ബുദ്ധിമുട്ടായിട്ട് സ്വന്തം മുറ്റത്ത് തന്നെ മരങ്ങൾ മുറിക്കണം. എത്ര പേരുള്ളതെന്നറിയൂ. അടിച്ചു വരാൻ വയ്യ, ഇല പൊഴിയണമെന്നും പറഞ്ഞിട്ടേ, ഇല പൊഴിഞ്ഞ് വൃത്തിയേടാവണു മുറ്റെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്കറിയില്ല. അല്ല, ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണല്ലോ. അവർക്ക് ആ ചൂടും മരങ്ങൾ പൂമ്പ് ഉണ്ടാവണ ചൂടോ വെയിലോ ഒന്നും പ്രശ്നമല്ല. ആ ഇല പൊഴിയുമ്പോൾ അടിച്ചു വരണതാണ് ബുദ്ധിമുട്ട്. അടുത്തത് സ്നേഹലത നായർ. സൂപ്പർ വീഡിയോ, സരിത ഡ്രസ് ലവ്ലി. യെസ്റ്റർഡേ വി മെയ്ഡ് ഇടിയൻ ചക്ക വറുത്ത് അരച്ച് ഡ്രൈ കറി ലൈക്ക് മട്ടൻ കറി. ടേസ്റ്റി. അങ്ങനെ വയ്ക്കൂ. ഇടിയൻ ചക്ക മട്ടൻ കറി പോലെ വെച്ചൂന്ന്. ഇങ്ങനെ ചാറില്ലാണ്ട് ഇറച്ചി കറി പോലെ വറുത്തരച്ചിട്ട് അങ്ങനെ കട്ടിയൊക്കെ വെച്ചു. അതെങ്ങനെ വെക്കാതെ ചേച്ചി റെസിപ്പി ഇട്ടതായോട്ടാ. അതെ. Keep such beautiful plants in long flower pots in hall. Very funny preparations to prevent the dogs from jumping over fence. ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തില്ലേ എന്നാ നമ്മൾ പറയില്ലേ, ഹോമലോഡ് സിനിമയിലത്തെ പോലെ വെച്ചു. അത് ഭയങ്കര ഫണ്ണിയാണ്. അവർക്ക് മനസ്സിലായി അവിടെ എന്തൊക്കെ എണ്ണിയുണ്ടെന്ന്. അവിടെ വന്ന് നോക്കി മണപ്പിച്ചിങ്ങോട്ട് പോരും. അതുമ്പോൾ ഒന്ന് ഏതെങ്കിലും ഒന്നും തൊട്ടാക്കാൻ കൂടി തലേ കൂടെ പിന്നെ വെച്ച സാധനങ്ങളൊക്കെ മാന്തിപ്പോയിട്ട് വേണം ഇമ്രാനെ പുറത്തെടുക്കണമെങ്കിൽ. അതുപോലത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ നിറച്ച് ചേട്ടങ്ങനെ വെച്ചേക്കണത് അവിടെ. പുള്ളിക്കുയില് നേരത്തെ അങ്ങോട്ട് പറന്നു പോയി. പെണ്ണാണ് പുള്ളിക്കുയില്. അപ്പോൾ ആൺകുയിൽ അങ്ങോട്ട് പറന്നു പോയി വലിയേട്ടൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക്. അതായത് കുയിലിന് മുട്ടയിടേണ്ട സ്ഥലം നോക്കാണ്. കാക്ക കൂട് തപ്പാണ് ഇവരെന്ന് തോന്നുന്നുണ്ട്. ഈ സമയത്താണ് ഇവർ എന്താ പറയുക, മുട്ടയുടെ ടൈം. അപ്പോൾ കാക്കകളൊക്കെ പോണ തക്കം നോക്കിയിട്ടാണ് കുയിൽ വന്നിട്ട് കാക്കകൾ പോണ തക്കല്ല, കാക്കകൾ ഓടിപ്പിക്കും, മാറ്റും. ആൺകുയിൽ മാറ്റും. ഇവരെ കളിയാക്കി വിളിച്ചിട്ട് വെല്ലുവിളിക്കും. ധൈര്യം ഇറങ്ങി വാടാ, കീലേരി അച്ഛൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ആ സമയമാണ് ഇപ്പൊ. കാക്കകളാണെ ഒക്കെ കൂടി പിന്നാലെ കാക്കകൾ എന്നിട്ട് ദൂരത്തേക്ക് കൊണ്ടുപോകും. യുഗാന്തരങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടക്കണം. എന്നിട്ട് കാക്ക പഠിച്ചിട്ടില്ല. എന്നിട്ട് ദൂരത്തേക്ക് കൊണ്ടുപോയുമ്പോ ആ സമയത്ത് പുള്ളിക്കുയിൽ വന്നിട്ട് പെൺകുയിൽ വന്നിട്ട് കാക്കക്കൂട്ടിൽ വന്നിട്ട് പിടുന്നില്ല മുട്ടയിടും. അതിന് മുന്നേ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ ആൺകുയിൽ വന്നിട്ട് കാക്കമുട്ടകളില്ലേ, അതിലുള്ള കാക്കമുട്ടകളൊക്കെ തട്ടിടും. കൊറേ തന്ത്രങ്ങളുണ്ട് അവർക്ക്. കാക്കമുട്ടകൾ തട്ടിടും. പിന്നെ ഈ കുയിലിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക കുഞ്ഞുങ്ങളെക്കാളും വേഗത്തിൽ കുഞ്ഞ് വളരും. അപ്പൊ പിന്നെ അത് ഇവർക്കറിയാം. എല്ലാം പ്രകൃതി എന്തൊരു മടിയന്മാരായിട്ടുള്ള ടീമുകളാണ് ഈ കുയിലുകള്. അവർക്ക് പാട്ട് പാടാനും
നല്ല നല്ല ഈ കായ്കനികൾ തിന്ന് നടക്കാനാണ് അവർക്ക് അവരുടെ ഹോബി. വീടൊക്കെ വല്ലവരും പണിതോളും. കുട്ടികളെ വളർത്തലും ഇതൊക്കെ വല്ലവരും ചെയ്തു കാക്ക ചെയ്തോളും. എന്നിട്ടോ കാക്കകളെ ആൾക്കാർക്ക് ഇഷ്ടമില്ല, ആട്ടി ഓടിപ്പിക്കും. അപ്പൊ കാക്ക എന്നിട്ട് കുയിലാണെങ്കിൽ ആ എന്ത് രസം, ആ കുയിൽനാഥം കേൾക്കാൻ എന്ത് രസം. കാക്കകളെയുടെ എന്തോരം ഗുണങ്ങളാലേ, പരിസരം വൃത്തിയാക്കലും. പ്രകൃതിയിലെ ശുചീകരണ തൊഴിലാളികളല്ലേ ഇവര് കാക്കകള്. ദീപാലാലു, പനിച്ച് പൊരിഞ്ഞിരിക്കുന്ന എനിക്ക് ഇടിയഞ്ചക്ക വെച്ചതും കഞ്ഞിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതെ, നമ്മുടെ ഇവിടേക്കാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നേനെ വേഗം കഞ്ഞിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. ആൻസ്, ഹായ്, ഹലോ. അജു, സരിത, ജഗുമോൻ, ഫയർവുഡ് സ്റ്റൗ ഉള്ളത് കൊണ്ട് LPG ഷോർട്ടേജ് വിൽ നോട്ട് എഫക്റ്റ് യു. സ്പെഷ്യൽ മെനു ഫോർ കഞ്ഞി, കോവയ്ക്ക ഉപ്പേരി, ഇടിയൻചക്ക ഉപ്പേരി എല്ലാം കൂട്ടി രുചിയോടെ ആസ്വദിച്ച് കഞ്ഞി കുടിച്ചോളൂ. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. അങ്ങനെ കഞ്ഞി കുടിക്കാൻ പറ്റിയതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. LPG അതിന്റെ റീൽസ് ഉള്ളപ്പോ ഈ ഇതിനെ കെട്ടിപ്പിടിച്ച് കരയണതും സിലിണ്ടറിനെ നീ ഇന്ന് കാലത്ത് വരാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞു കൊടുത്ത അവര് റീല് കണ്ടതാ. ഭാര്യയും ഭർത്താവിനിരിക്കും, ഭാര്യ അടിച്ചിട്ട് ചേട്ടാ ഒരു പ്രശ്നം പറ്റി. അപ്പൊ ഭർത്താവ് എന്തിട്ടാ, നമ്മുടെ അടുപ്പുണ്ടാക്കിയത് ശരിയല്ല. എന്തേ? അടുപ്പുണ്ടാക്കുമ്പോൾ കലം വെക്കാനായിട്ടുള്ള ഓട്ടായുള്ള സാധനം വേണ്ടേ, അത് ഉണ്ടാക്കിയിട്ടില്ല അന്ന് അടുപ്പുണ്ടാക്കിയ ആൾക്കാർ. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക എന്ന് പറയും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ചെല്ലും. അപ്പോൾ ഭാര്യ വീടിൻ്റെ പുറത്തുണ്ടല്ലോ, അടുക്കളയുടെ പുറത്ത് ഈ പുകക്കുഴലില്ലേ, പുകക്കുഴൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ, അതിൻ്റെ അവിടെയാണ് വന്നിട്ട് ഈ പുകക്കുഴലിൻ്റെ അവിടെ നമ്മൾ ഇവിടെ ഒരു ഓട്ട ഉണ്ടാവില്ലേ, ആ സാധനം തുറക്കില്ലേ, പുക പോവാ വലിച്ചു പോകാണ്ടാവുമ്പോൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കടലാസ് കത്തിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ടാവില്ലേ, ആ ഓട്ടയിലാണ് വിറകൊക്കെ വെച്ചേക്കണേ. എന്നിട്ട് ഭർത്താവിന് കാണിച്ചു കൊടുക്കണ്ട, വിറക് വെക്കാനായിട്ടുള്ള ഓട്ടയുണ്ട്, ഇതിന്റെ മുകളിൽ നമ്മൾ എവിടെയാ കലം വെക്കുക. അപ്പൊ ഭർത്താവ് എടീ മണ്ടി, ഇത് പുക പോവാനുള്ള പുകക്കുഴൽ, അടുപ്പ് വേറെ സ്ഥലത്താന്ന് പറഞ്ഞിട്ട് വർക്ക് ഏരിയയിലേക്ക് വരാ. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഈ അടുപ്പുണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കാരണം കാലങ്ങളായിട്ട് ഇത് ഉണ്ടാക്കിയെന്നല്ലോ, അടുപ്പ് കത്തിക്കാറില്ലല്ലോ ആരും, വിറകടുപ്പ്. അപ്പോൾ ആവശ്യമില്ലാത്ത ചാക്കും കെട്ടുകൾ, അത് ഇത്, പിന്നെ ഉപയോഗിക്കാത്ത വലിയ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിറച്ച് വെച്ചേക്കാ. ഇതൊക്കെ ഭർത്താവ് എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോഴാണ് അടുപ്പതിൻ്റെ അടിയിൽ കണ്ട, ഇവിടെയാണ് അടുപ്പ് കാണിച്ചെടുക്കുക, ഇവിടെയാണ് കത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ശരി, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ എന്ന് പറയും. ആളുകള് വിറകടുപ്പുകൾ, അതെ വിറകടുപ്പൊക്കെ ഇപ്പൊ തപ്പിയെടുക്കുക. ഫ്ലാറ്റിൽ താമസിക്കണവരുടെ കാര്യം അവർക്ക് വേണമെങ്കിൽ കൊടുക്കായിരിക്കും അല്ലേ ഗ്യാസ്. പിന്നെ മറ്റേ ഇൻഡക്ഷൻ, സോളാറൊക്കെ ഉള്ളവർക്ക് ഇൻഡക്ഷൻ അടുപ്പ് ഒക്കെ ഉപയോഗിക്കാം. അടുത്ത് മയൂഖ നാഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇടിയച്ചക്ക തോരനും കഞ്ഞിയും സൂപ്പറാണ് കേട്ടോ. ഞങ്ങളിവിടെ തോരനാണ് ഉണ്ടാക്കാറ്, കുത്തിക്കാച്ചലല്ല. ഒരു ദിവസം ഇതുപോലെ കുത്തിക്കാച്ചി ഉണ്ടാക്കിയ ഹസ്സിനും മക്കൾക്കും കൊടുത്തു, നല്ല ഇഷ്ടമായി. നിങ്ങൾ തൃശ്ശൂർക്കാർ ഇങ്ങനെയാണ് ഉണ്ടാക്കാറില്ലേ? അതങ്ങനെയാണല്ലേ, നമുക്ക് നമ്മുടെ ഇഷ്ടം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ജില്ലക്കാരവരൊക്കെ കൂട്ടാനുകൾ ഉണ്ടാക്കില്ലേ, അത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയാത്ര അതൊന്നുമല്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കോട്ടയം മീൻ കറിയില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പോ നാളെ പാലൊഴിച്ച കൂട്ടപ്പം ഇഷ്ടമില്ലാണ്ടായിരുന്നു. കുറേ നാളടുപ്പിച്ച് ഈ മുളകിട്ട മീൻ കറി കഴിച്ച് അപ്പൊ ഇടയ്ക്കൊന്ന് മറ്റേത് കഴിക്കാൻ തോന്നും. മാങ്ങ ഇരുമ്പുളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് നാളെ പാലൊഴിച്ചത് അത് കഴിക്കാൻ തോന്നും. അപ്പം വല്ലപ്പോഴും വെക്കും. മീൻ കൂട്ടാൻ കഴിക്കുമ്പോൾ മറ്റോണം വെക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ കൂട്ടാനുകളേ, ഓരോരുത്തർ നമ്മൾ മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ. അതെ. കുറ്റിപ്പൊടിയവർക്ക് ഇഷ്ടമായി. സന്ധ്യ ബിജു, ആ ചെത്തി അടുത്ത് കാണിച്ചതിന് താങ്ക്സ്. എന്താ ഭംഗി. എൻ്റെ വീട്ടിലുണ്ട് ആ 2 ചെത്തിയും. ആ കലാത്തിയെ കുറച്ച് വെട്ടിക്കളയൂ. എനിക്ക് പാമ്പ്, ചേര ഒക്കെ ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ അവിടെ കാട് പോലുള്ളത് വെട്ടിക്കളയാൻ പറയുന്നത്. എന്നിട്ട് ആ ചവറൊക്കെ തൂത്ത് വൃത്തിയാക്ക്. സൺഡേ മൺഡേ ചെടിയുടെ അടിയിലോട്ടുള്ളതൊക്കെ വെട്ടിമാറ്റണം. അപ്പോൾ എന്തേലും കിടന്നാലും അറിയാം. മഴയ്ക്ക് മുമ്പ് ഓട് മാറ്റിയല്ലോ. പഴയ കഥകൾ കേൾക്കാൻ നല്ല രസമാണ്. കലാത്തിയര അടിയിലത്തെ സാധനങ്ങളൊന്നുമില്ല, അവിടെ നല്ല ക്ലീനാ. വീഡിയോയിൽ ചിലപ്പോൾ അവിടെ വലിയ ഇരുട്ട് കുത്തി കാട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവിടെ വെള്ളം കിടന്നാൽ അറിയാൻ പറ്റും. പൊത്തൊന്നുമില്ല, ഒക്കെ അടച്ചല്ലോ. അത് കാരണം കൊണ്ട് അവിടെയൊക്കെ സേഫാ. കുടിലിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കാണ്ടിരുന്നാൽ മതി. മറ്റേ എനിക്ക് ഇടയ്ക്ക് മറ്റേ സിനിമയിലത്തെ ഓർമ്മ വരും, മൃഗയിൽ
ആ ലാസ്റ്റ് സീൻ ആ പട്ടി കുറച്ചിട്ട് പട്ടീനെ വെടിവെച്ച് കൊല്ലില്ലേ നയനെ. എന്നിട്ട് അതിങ്ങനെ മോളിക്ക് നോക്കി പുലി മുകളിലിരിക്കുന്നില്ലേ? പുലി വീടിന്റെ മുകളിലായിരുന്നു. അതുപോലെ മുകളിലെങ്ങാനും ഇരിക്കാവോ. അടുത്തത് അബ്ദുൾ അലീം, ഇവിടെ അലീക്ക. അങ്ങേര് എന്തൊക്കെയോ എഴുതും. അജു നല്ല ഓട് മേയുന്ന ആളാണല്ലോ, നീ ഇവിടെ ഓട് മേയാൻ ഒരാൾ ആവശ്യമുണ്ട്, വരുമോ? അജുവേട്ടൻ ആണ് ആദ്യം അജു എന്ന് വിളിച്ചു, പിന്നെ അജുവേട്ടൻ വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്ന വളരെ സന്തോഷം. ഇവിടെ ഒരു ദിവസം ജോലി ചെയ്താൽ 800 രൂപ കിട്ടും. നിങ്ങളുടെ കറുപ്പയ്യൻ്റെ അളിയനെ കാണാറില്ലല്ലോ, അദ്ദേഹം വരാറില്ലേ വീട്ടിലേക്ക്? സരിത ഇപ്പോൾ ബിസിയായി. ഇപ്പോൾ അദ്ദേഹം വരാറില്ലേ വീട്ടിലേക്ക്? സരിത ഇപ്പോൾ ബിസിയായി കടയിലായിട്ട്. എന്നാലും നിങ്ങളുടെ കൂടെ നല്ല സഹകരണം ഉണ്ടല്ലോ, അത് മതി. സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ, ഞാൻ ടി വിയിൽ കാണാറുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണല്ലോ അജുവേട്ട. സരിത, അലീക്ക, മലപ്പുറം, നിങ്ങളുടെ സ്വന്തം. ശരിതാന്ന് എഴുതാറ്. ബാക്കി ഒക്കെ ആള് കറക്റ്റായിട്ട് എഴുതും. സരിതാന്ന് മാത്രം ശരിതാന്ന് എഴുതും. ശരിത മോളെ ഇപ്പൊ സരിതാന്ന് എഴുതി തുടങ്ങി. അല്ല അല്ല ഞാൻ എന്തൊരു പറയാൻ വന്ന മറന്നുപോയി. കുഴപ്പമില്ല. അടുത്ത് പെഗാസസ് ടൈപ്പിംഗ്. അജുവേട്ടൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തേന്മാവിങ്കുമ്പത്തെ കാള വണ്ടിയിൽ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് പപ്പു കിടന്ന് തെറി വിളിക്കുന്ന സീനാണ് ക്യുക്കിലി ഓർമ്മ വന്നത്. അത് പിന്നെ അതിന്റെ ഉള്ളിലുള്ളവരെയാണ് പറയണേ, അല്ല ഉള്ളിലുള്ളവരല്ല ആളെ ഉറക്കപ്പിച്ചേല് പറയാ. ഇതങ്ങനെയല്ല, ഇത് വഴി കൂടെ പോണവരല്ലേ പറയണേ. അപ്പൊ വഴി കൂടെ പോണവരെ റോഡിലൂടെ ആണോടാ സൈക്കിൾ ചവിട്ടണേന്നൊക്കെ ചോദിച്ചിട്ട് ജഗതി പറയണ പോലെ അവര് ചിലപ്പോ കല്ലെടുത്തെറിയില്ലോ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഭർത്താൻ റോഡ് അങ്ങനത്തെ ഇതാണ്. തെറിയാണ് പറയണത്. തെറി എന്ന് പറഞ്ഞ മുത്തം തെറിയാണ് പറയണത്. ആ തെറി പറയുന്നത് ഒല്ലൂർ സെന്ററും കഴിഞ്ഞിട്ട് ട്രാഫിക് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇയാളെ പിന്നെ എല്ലാവർക്കും അറിയാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരാള് പെട്ടെന്നേ എന്നെക്കാളും കൂടുതൽ ഇതായിട്ട് സജീവനാണ് പിന്നിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടാണ് തെറി പറയുന്നത്. ബൈക്കിന്റെ പിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ചിലപ്പോ കഴുത്തിന് പിടിച്ച് നിൽക്കും ചിലപ്പോഴേ. ആ വണ്ടി നിർത്തിയിട്ട് ആളെ ഒറ്റ ചോട്ട് കൊടുക്കരുന്നില്ലേ. അല്ല ഓരോ അനുഭവങ്ങളെ. അടുത്തത് മമ്മി. നിങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സരിത ഭാഗ്യവതിയാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ഒരു പ്രവാസി നോട്ട് ദ പോയിന്റ്, പേര് എന്തിട്ടാന്ന് പറഞ്ഞോളൂ. 506 കിണറ്റിലോട്ടൊരു ജീവനുള്ള കോഴി ഇടുക, അതപ്പം മുങ്ങിച്ചാവും. ഒരു ദിവസം വെയിറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഡേ കോഴിയെ കണ്ടില്ലെങ്കിൽ കിണറ്റിൽ പാമ്പുണ്ടെന്ന് ഉറപ്പിക്കാം. ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, അപ്പം എന്നാ ചാവും. കാരണം കുറച്ച് വെള്ളം ഉണ്ടായില്ല നല്ലോണം. അപ്പൊ ആ വെള്ളം വറ്റണം. വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് കര പോലെയാവില്ല. അത് ഇനിയിപ്പോ മഴ പെയ്യാണ്ട് ഒരു മാസം അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഏകദേശം വറ്റാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് അത് കയറി പോരോ, അവിടെ ആ പൊത്തിൽ തന്നെ ഇരിക്കുകയോ, ദൈവം തമ്പുരാനറിയാം. രേഷ്മ നരോത്തമൻ. എൻ്റെ ഭർത്താവും സെയിം ഇതേ സ്വഭാവം തന്നെയാണ്. എങ്ങാനും ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ തേങ്ങ ചിരയാൻ പറഞ്ഞ പകുതിയെ കറിക്ക് കിട്ടും, പകുതി പുള്ളിയുടെ വയറ്റിൽ കാണും. ആണുങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പമില്ല. അത് പക്ഷേ ചേട്ടൻ തന്നെയാണല്ലോ ചെരുക്കി തരാറ്. സുഹറ SES. ഹായ് അജുവേട്ടാ, സര നമസ്കാരം. ഇന്നത്തെ ചേട്ടൻ്റെ കഥ ഒരുപാട് കാലം പിന്നിലേക്ക് കൊണ്ടുപോയി. വീട്ടിലും ഇതുപോലെ ഓടിൻ്റെ ഇടയിൽ ഓല വെക്കുന്ന പണിയുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അന്ന് വീട് നിറയെ ആളുകളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തനിച്ചായ പോലെ. പിന്നെ ഒരു കുടിയൻ വണ്ടിയിൽ കയറ്റിയ കഥ കേട്ട് ചിരിച്ചു വയ്യാതായി. ഇടിയൻ ചക്ക കൂട്ടാൻ സൂപ്പർ. പിന്നെ ആ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന രീതി നല്ലപോലെ ഒന്ന് കാണിക്കാമോ? എനിക്ക് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയാണ്. കാണിക്കാം. ബിന്ദു ധർമ്മരാജ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഞാൻ വർഷങ്ങളായി എല്ലാ ഉപ്പേരി കൂട്ടാനും നിങ്ങൾ കോവക്കായ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. എല്ലാതും ഞങ്ങൾ പിന്നെ വെണ്ടക്കായൊക്കെ അങ്ങനെ വെച്ചു ഇല്ലേ. എല്ലാ രസമുണ്ട്. ഈ ഉള്ളി നന്നാക്കി ചതച്ച് അത് ഇട്ട് വിളറ്റി മറ്റേ മൂപ്പിച്ച് മുളക് മൂപ്പിക്കാൻ ഒന്നും നിൽക്കണ്ട. ഇതോ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി പരട്ടി അടുപ്പത്ത് വെച്ച് പതുക്കെ ഇടയ്ക്ക് വേറെ പണികൾ ചെയ്യണതിൻ്റെ കൂടെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, സിമ്മിലിടുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇന്ന് ഇടിയൻ ചക്ക മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ ചേട്ടൻ നാളികേരം ചിരകി തരും, പകുതി തിന്നും. ഞാൻ ചീത്ത പറയും. അപ്പോൾ ചേട്ടൻ പറയുന്നത് നാളികേരം ചിരകുന്നവരുടെ അവകാശമാണ് ഇത്രേ. എൻ്റെ ചേട്ടൻ ശരിക്കും അജുവേട്ടനെ പോലെ തന്നെയാണ്. അജുവേട്ടൻ കഥകൾ പറയുന്ന പോലെ തന്നെ പണ്ടത്തെ കഥകൾ പറയും. കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അടുത്തത് ദിലീപ് കുമാർ. സരിത ചേച്ചി, ഒരു കാര്യം പറയാൻ. അജു ചേട്ടൻ പാവമാണ്. ചേച്ചിക്ക് വേറെ ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ അജു ചേട്ടനെ മനസ്സിലായേനെ. അത് കറക്റ്റാ.
നമ്മൾ ഇന്നേ വരയ്ക്കും 2-3 ഡയലോഗുകൾ പറയാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടാവില്ല എന്ന് പറയും. ഹോ, ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ എനിക്ക് കിട്ടിയത്, എൻ്റെ ദൈവമേ, എനിക്ക് എന്തോരം നല്ല സ്ഥലത്തുനിന്ന് വന്നതാ, ഇങ്ങനെ കല്യാണാലോചന വന്നതാ, അങ്ങനെ പറഞ്ഞിട്ട് പറയും. അതുപോലെ ഡൈവോഴ്സ് ചെയ്യാം, അതായത് ഞാൻ എൻ്റെ കാര്യം നോക്കി പോവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിരിയാന്നുള്ള വാക്കുകളില്ലേ, അതും ഉപയോഗിക്കാത്തവർ ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ അവരെ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരാരുമില്ലല്ലോ. അപ്പോൾ നമ്മളും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മുടെ കുറവുകളൊക്കെ ചേട്ടൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പോകുമ്പോഴാണല്ലോ അതാ ജീവിതത്തിൻ്റെ ഒരു രസം. രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരും അങ്ങനെയാണെങ്കിലേ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫ്, അല്ലേ? നമ്മള് ഇപ്പൊ ചേട്ടൻ എന്ത് പറയണോ അത് ഞാൻ എല്ലാം തലകുലിക്ക് അനുസരിക്കണം, എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല, എന്ത് പറഞ്ഞാലും ഞാനത്. അപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള ഒറ്റങ്ങളാണ് മറ്റേ ഇതില്ലേ കുലസ്ത്രീകള്, അവർക്ക് ഒരു അഭിപ്രായവും ഇല്ല, ഇതുമില്ല. കാലത്ത് എണീക്കുക, ഭർത്താവിന്റെ കാല് തൊട്ട് വന്നിക്കുക, കുളിച്ച് തലയിൽ മറ്റേ തോർത്തുമുണ്ടൊക്കെ കെട്ടി വെച്ച് അടുക്കളയിൽ കയറി. ഇവർക്ക് ഭർത്താവിനൊരു തരം, ചിലപ്പോൾ മക്കൾക്ക് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും വേറെ വേറെ തരമായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മളൊരു ആളുടെ കാര്യം പറയാം, അവരെ വീഡിയോയിൽ ഇത് പറയാൻ പറ്റില്ല, ആരാന്നുള്ളത് പറയാൻ പറ്റില്ല, അത് കാരണം പറയാത്ത. അപ്പോൾ ഭർത്താവ് 8 മണിക്കാണ് എണീക്കുക. അപ്പോൾ 8 മണിക്ക് എണീറ്റാൽ ആൾക്ക് ചായ കിട്ടണം. മൂത്ത മോൻ 10 മണിയാകുമ്പോഴാണ് എണീക്കുക. അപ്പോൾ ആ 10 മണിക്കാണ് അവന് ചായ പാടുള്ളൂ, അവന് ചൂടാറിയതൊന്നും പാടില്ല, അപ്പം ഉണ്ടാക്കണം. രണ്ടാമത്തെ മോൻ 11:30ക്കാണ് എണീക്കുള്ളൂ. അപ്പോൾ അവൻ ആ സമയത്ത്. പിന്നെ ഭർത്താവ് ചാള മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ചാള മാത്രം ആൾക്ക് വേണ്ടിയിട്ട് എന്നും ഉണ്ടാക്കണം. മൂത്ത മോൻ ചിക്കൻ വറുത്തതാ കഴിക്കുള്ളൂ, വെച്ച കറി കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടി വറുത്തത് ഉണ്ടാക്കും. രണ്ടാമത്തെ മോന് വേറെ ടൈപ്പ് അല്ല, അവ കറി വെച്ചത് കഴിക്കും. അങ്ങനെ അയ്യോ കോപിച്ചിരിക്കവയ്യ അവരുടെ ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. പക്ഷെ ആളത് ആസ്വദിച്ചിട്ട് ചെയ്യണേ. മറ്റുള്ളവരോട് പറയണതായാലും ഭയങ്കര സംതൃപ്തിയോട് കൂടിയിട്ട് ഞാൻ അങ്ങനെയാണ് അവരെ നോക്കണേ. അങ്ങനെയുള്ള സ്ത്രീകളെ ജീവിതം ഒരുവിധം പാഴായി എന്ന് പറയും ശ്രീനിവാസൻ. അത് പുറത്തുനിന്ന് നോക്കുന്ന നമുക്കാണ് ചേട്ടാ പാഴായി തോന്നുന്നത്. അവരത് ആസ്വദിച്ചിട്ട് ചെയ്യണേ. മഴയത്ത് മുമ്പ് എന്ന് പറഞ്ഞ സിനിമയില് ശ്രീനിവാസൻ പറയില്ലേ, ആ സ്ത്രീയുടെ ജീവിതം ഒരുവിധം പാഴായി, ഏത് സുകുമാരിയുടെ. കാരണം ഈ 4 പെൺകുട്ടികളുടെ ഇടയിൽ കിടന്നിട്ട്, കാരണം ഈ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇനിയാണ്. അതുപോലെ തന്നെയാണ് ഇവരിത്. നമ്മൾ പുറമെ കാണുമ്പോൾ, ആളുകൾ കാണുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര അതൊക്കെ ആസ്വദിക്കും. എനിക്ക് തോന്നില്ല ചേട്ടാ, എനിക്ക് തോന്നില്ല. അവരുടെ സംസാരം കേൾക്കുമ്പോൾ അത് അങ്ങനെ വെറുതെ പറയണതാണ്. പറ്റില്ല, എൻ്റെ ഭർത്താവിന് മക്കൾക്ക് ഞാനില്ലാണ്ട് പറ്റില്ല. കാരണം അവർക്ക് വെള്ളം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ TV കാണുന്നോടത്ത് മോൻ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കും, അമ്മ അടുക്കളയിലെ വേറെ വിളിക്കും. അവിടെ നിന്ന് വന്നിട്ട് എന്താ മോനെ വെള്ളം. അപ്പോൾ വെള്ളം പോയിട്ട് അടുക്കളയിൽ നിന്ന് എടുത്ത് മോന് കൊണ്ടുവന്ന് ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കണതാണ്. അങ്ങനെയൊക്കെയാണ് ചില അമ്മമാര് മക്കളെ പഠിപ്പിച്ച് വയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ആ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തോന്നും ഈ കുട്ടി എന്തിനും ഇങ്ങനെയൊന്ന് വിളിച്ചു കൂടെ നേരെ അടുക്കളയിൽ പോയിട്ട് കഴിച്ചുകൂടെ, ഒരു മനസ്സാക്ഷി വേണ്ട, അമ്മ അവിടെ പണിയെടുക്കല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ കുട്ടികളത് അറിയണില്ല, അവരങ്ങനെ ശീലിപ്പിച്ചു. അവരും ചിന്തിക്കണമെന്ന് തൊട്ടാ ഇത് അമ്മയുടെ ജോലിയാണ്, അമ്മയുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ തരിക, നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെയാണ് ആ കുട്ടികൾ മനസ്സിലാക്കി വയ്ക്കണേ. ആ കുട്ടികൾ കല്യാണം കഴിക്കണ ഭാര്യമാരുടെ കഷ്ടകാലം. ഭാര്യമാര് വരുമ്പോൾ അവർ പഠിച്ചോളും. അതെ, അങ്ങനെ. അപ്പൊ എന്തുണ്ടാവുന്നറിയോ, അപ്പൊ അമ്മയ്ക്ക് സഹിക്കില്ല. ദൈവമേ, എൻ്റെ മോനെ ഞാൻ എങ്ങനെ നോക്കിയതാ, ഇപ്പൊ നോക്ക് അവള് എൻ്റെ മോനെ കൊണ്ട് പണിയെടുപ്പിക്കണ നോക്കിയതായിട്ട് ഈ അമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ അവരെ ആസ്വദിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. തന്നെ ഈ മക്കൾ വലുത് ചെയ്യാന്ന് വെച്ചാൽ കൂടിയിട്ട് ഈ അമ്മമാര് സമ്മതിക്കില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അത് തുടരുത്, അതന്നെ അവരത് ചെയ്തു കൊടുക്കും. അപ്പൊ ആ ഒരു ലൈഫാണ് അവർ ആസ്വദിക്കണം. ഈ കുലസ്ത്രീകളെ ആസ്വദിക്കണമെന്നില്ല, ശരി കാണണം അവര്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പ്രായമാകുമ്പോ പരാതി പറയണതാണ്, ഞാൻ എന്തോരം വെച്ച് വിളമ്പി എന്റെ പിള്ളേർക്ക് കൊടുത്തിട്ടുള്ളതാ, എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന. പിന്നെ ഒരു വലിയൊരു കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ നോക്കണ മക്കളില്ലേ, ആ മക്കൾക്ക് ഈ അമ്മമാരോട് തിരിച്ചു യാതൊരു സ്നേഹം ഉണ്ടാവില്ല. ഒരു കാര്യം പോലും ഈ അമ്മ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുക, ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ ചെയ്യില്ല. ഈ അമ്മ വയ്യാത്തോടത്ത് തന്നെ വിളിച്ച് എണീറ്റ് വന്നിട്ട് തന്നെ വീട്ടുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാ. ആ സമയം നമ്മൾ അല്ലാണ്ട് ചെയ്യണവരില്ലേ,
അവർക്കാണ് നമ്മളോട് സ്നേഹം ഉണ്ടാവുക. എനിക്ക് പല സ്ഥലത്തും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടാ. അങ്ങനെ അല്ല നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പറഞ്ഞത്, അല്ലാത്തവരും ഉണ്ടാവാം. അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള അമ്മമാരെ ഗതികേടാണ് എന്ന് ഞാൻ പറയും. ഇത് പ്രേമേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ആളാരാന്നും പറയില്ല, ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതാണ് പറയില്ലേ. അങ്ങനെ ഇപ്പം എന്താ അപ്പം അത് പറഞ്ഞു. അപ്പം നമ്മളിതൊക്കെ എന്തിനാ പറഞ്ഞേ, വേറെ ആളെ കിട്ടിയാലാണെന്ന്. ശരിയാ. ഇപ്പം വേറെ ആളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയും. അയ്യോ ആ അജുവേട്ടനെ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ ഒരു ഭാഗ്യം നോക്കി, ആ അജുവേട്ടനെ ആ പെണ്ണിനെ കൊണ്ട് നടക്കണം നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ജ്യൂസ് വേൾഡ് കണ്ടിട്ടേ ഞാനിപ്പോൾ വേറെ എല്ലായിടത്തായിരുന്നു കല്യാണം കഴിച്ച ഈ ചാനൽ കണ്ടിട്ട് ഞാനും ഭർത്താവായിട്ട് വഴക്കായേനേന്ന് ആയിരിക്കാന്നാ പറഞ്ഞ എനിക്കറിയില്ലേ. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് സരിത വീഡിയോ കണ്ടു. അജു ബ്രോ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. എൻ്റെ ബാല്യകാലം കളിക്കാൻ അമ്മ സമ്മതിക്കില്ല, എന്തെങ്കിലും പണി തരും. അതായത് ഈ പറഞ്ഞ നെല്ല് പുഴുങ്ങൽ, അതിന് കാക്ക കോഴി വരാതെ ഉണക്കിയെടുക്കൽ, അത് കൊണ്ടുപോയി കുത്തിക്കൽ ഒക്കെ എൻ്റെ പണിയായിരുന്നു. വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഒത്തിരി ദൂരം കൊണ്ടുപോകണം. കൂടെ സഹായത്തിന് ആരെങ്കിലും കൂട്ടും. ഇപ്പോൾ അത് വളരെ സുന്ദരമായി തോന്നുന്നു. ഇപ്പോൾ നെല്ലും ഇല്ല. കൂടാതെ വീട്ടിൽ കോഴി, ആട്, പശു ഒക്കെ ഉണ്ട്. അവയുടെ കാര്യങ്ങൾ നോക്കണം. അച്ഛന് കൃഷിപ്പണിയാണ്, വരുമാനം വേണ്ടേ. പണ്ടത്തെ കാര്യമാട്ടോ. ഇടിച്ചക്ക തോരൻ ചക്കക്കാലം തീരുന്നത് വരെ ചക്ക വിഭവങ്ങൾ തന്നെ. ഒരു മീൻകറി കൂടെ കാണും. തേങ്ങ തിരുമ്മി ആദ്യം വാരി തിന്നും, അമ്മ കാണാതെ. അവര് നാളികേര ചെരുകണ തേങ്ങ തിരുമ്മ എന്നാ പറയാ. അമ്മ കാണാതെ. അജുബ്രോയുടെ ജീവിതകഥകൾ കുറച്ചൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഈ ചാനൽ കാണുന്നത്. ഓൾ ദ ബെസ്റ്റ്. വേറെ അനുഭവങ്ങളുണ്ടാവും. അടുത്തത് ശ്രീജ MP. നമ്മുടെ കണ്ടശാങ്കടവിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ദിവേലിക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ചേച്ചിയുടെ മോളും ഉണ്ട്, വലിയ മോളാട്ടാ. അപ്പോൾ ആ മോള് എന്നോട് പറയാം, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയില്ല, നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും പറയരുത്. ഒരു വീഡിയോ പോലും ഇടാണ്ടിരുന്ന് കണ്ടിട്ട് അജുവിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം പറയും. അവിടെ എന്തുട്ടാണ് ഇന്ന് കൂട്ടാൻ വെച്ചത്, അവിടെ എന്തൊക്കെ പറഞ്ഞു എല്ലാതും പറയും. നമ്മുടെ വീട്ടിലത്തെ അറിയില്ല. അങ്ങനെ കുറേ പേരുണ്ട്. ശ്രീജ MP. ലാസ്റ്റ് വീക്ക് ഗുരുവായൂർ ഉത്സവം കാണാൻ പോയിരുന്നു. അവിടെ കഞ്ഞി, മുതിര, ഇടിച്ചക്ക ചേർത്ത പുഴുക്ക്, പപ്പടം, നാളികേരപ്പൂള്, ശർക്കര, ഇതായിരുന്നു അന്നദാനം, പ്രസാദം. കുറേ വീഡിയോസ് കാണാറുണ്ട്. ഗുരുവായൂരിൽ നിറയെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അജു സുരേഷ് ഗോപിനെ നേരിട്ട് കണ്ടല്ലോ, ഞങ്ങളും കണ്ടു. ഗുരുവായൂരിൽ വന്നിരുന്നു. എക്സാം ടൈം ആണല്ലോ, ജഗ്ഗുവിന് ഓൾ സബ്ജക്ട്സ് നന്നായി ചെയ്യാൻ പറ്റട്ടെ. മുതിരിയും ഇടിയും ചേക്കും കൂടിയിട്ട് ഒരു തവണ വെക്കുന്ന കേട്ടാ, ഭയങ്കര നമ്മുടെ സീമ ചേച്ചി വെക്കുന്നത് എല്ലാവരും വെക്കും. സീമ ചേച്ചി ചെറുപ്പം തൊട്ട് അങ്ങനത്തെ കഴിച്ചിട്ടേ ചേച്ചിക്ക് ഈ ചക്ക ഇങ്ങനെ വേവിച്ച് ഇടിച്ചിട്ട് വയ്ക്കില്ലേ, ആ കൂട്ടാൻ വലിയ പെടുത്തില്ല. അവർ മിക്കവാറും ഇടിയൻ ചക്ക കിട്ടി അങ്ങനെ വയ്ക്കുക. ഇങ്ങനെ കുഞ്ഞിതാക്കിയിരുന്ന അരിയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിതാക്കി ചേച്ചി ഇരുന്ന് ഇങ്ങനെ അരിയും. ശ്രുതി പ്രദീപ് VK. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓടിൻ്റെ ഇടയിൽ പനയോലാണ് വെച്ചിരുന്നത്. അതൊരു കാലം. പാലക്കാട് ആവും. അവിടെ സൂര്യ PP. ചെത്തി സൂപ്പർ. ഇമ്രാനും ചാർലിയും വി ആർ ട്രാപ്ഡ്. ഹോമലോൺ ഫിലിം കാണിച്ചു കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തണമെന്ന് ചാടാൻ പിന്നെ തോന്നില്ല. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. അങ്ങനെ കുടിലിലെ പൊട്ടിയ ഓടുകൾക്ക് മോക്ഷം കിട്ടി. ഇന്നത്തെ ഇടിയൻ ചക്കത്തോരൻ സൂപ്പർ. അജുവിൻ്റെ ഒരു പഴയ കഥ കേട്ട് ചിരിച്ച് മണ്ണ് കപ്പി. ഇതുപോലൊരു കുടിയനെയൊക്കെ കാറിൽ കയറ്റിയാലത്തെ അവസ്ഥ ചില്ലറയൊന്നുമല്ല. പിന്നെ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും നമ്മളെ തെറി പറയും. ഇതുപോലൊരു പാര. ഇപ്പോൾ അയൽപ്പക്കത്തെ വ്യക്തമായി മനസ്സിലായി. അയൽപ്പക്കമാണെങ്കിലും ആ കിണർ നിങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം. മലമ്പാമ്പ് അവിടെ തന്നെ ഉണ്ടാകുമോ എന്തോ, കയറിപ്പോകാൻ സാധ്യത കുറവാണ്. ഇന്നിട്ടേക്കണ വീഡിയോ, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഞങ്ങളിപ്പോൾ ഇത് എടുക്കണം. ഇന്നിട്ട വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശിവദാസ് ചേട്ടൻ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജീന മ്യൂസിക്. ഹായ് അജുവേട്ടാ, സർ ചേച്ചി. ആദ്യമായാണ് ഞാനൊരു കമൻ്റ് ഇടുന്നത്. എൻ്റെ പേര് ജീന സോണി. ഞാനും തൃശ്ശൂർക്കാരിയാണ്. 3 മുറിയിലാണ് എൻ്റെ വീട്. എന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. ഇവിടെ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ സ്ലാങ് ആണ്. എല്ലാവരും എന്നാ എന്ന് പറയുമ്പോൾ ഞാൻ എന്തുട്ടാന്ന് ചോദിക്കും. ഹസ്ബൻഡിന് നമ്മുടെ തൃശ്ശൂർ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ബാറിലേക്ക് കൊണ്ടുവിട്ട കഥ കേട്ട് ഞാൻ ഒത്തിരി ചിരിച്ചു. ഞാൻ ഈ ചാനലിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അജു ഏട്ടൻ്റെ പണ്ടത്തെ കഥകൾ പറയുന്നതാണ്. നല്ല രസമാണ് കേട്ടിരിക്കാൻ. സരിത ചേച്ചിയുടെ
പാട്ടുകൾ ഇഷ്ടമാണ്, ഞാനും ചെറുതായി പാടും. ഇനി തൃശ്ശൂർ വരുമ്പോൾ സാഹചര്യം ഒത്താൽ കാണണമെന്നുണ്ട്. സരിത ചേച്ചി, നമുക്ക് ഒരു പാട്ട് ഒന്നിച്ച് പാടാം. എല്ലാവിധ ഭാവങ്ങളും. തീർച്ചയായിട്ടും തൃശ്ശൂർക്ക് വരുമ്പോൾ ആയോ നമുക്ക് പാട്ടൊക്കെ പാടി. ഒരു പാട്ടും ഒരു പാചകം, കാഞ്ഞിരപ്പള്ളി പാചകം. അതെ, ഭർത്താവിനെയും കൊണ്ടുപോയോ നമുക്ക് തൃശ്ശൂർ ഭാഷ എല്ലാവർക്കും കൂടി പറഞ്ഞ് അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കാളെ. അടുത്തത് നിമറോസ് ഡേവിസ്. ഹലോ അജ്ജേട്ടാ, സരിതേച്ചി, ജഗ്ഗൂസ്. അയ്യ ശരി, അല്ല ഐശ്വരി. കുടിലിൽ ഇനി കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ദാ ഇനി പാമ്പിനെ കണ്ടുപിടിക്കാതെ ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ ഗ്യാസ് കിട്ടാനില്ലാത്തതുകൊണ്ട് കുടിലിൽ തന്നെ ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ? ഇനി 15 മിനിറ്റിൽ അജുചേട്ടൻ്റെ കഥയും അഭിനയവും സൂപ്പർ. 30-50 അത് നന്നായി അജുചേട്ടാ, ഫുൾ ട്രാപ്പാക്കിയത്. ഇപ്പോൾ ഇനി ചാർലി ഇമ്രാനും കുറച്ച് നാളത്തേക്ക് പോവില്ലല്ലോ. പോവില്ല, അവരിനി പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം അവർ ചാടുന്നില്ല. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുൾ ടൈം അയച്ചിട്ടുണ്ട്. ശാന്തി വിജയൻ. നെല്ല് കുത്തിക്കാൻ കൊണ്ടുപോകുന്നതും തുറിയിടുന്ന കാര്യം എല്ലാം എന്നെ ചെറുപ്പകാലത്തേക്ക് കൊണ്ടുപോയി. പാടവും കൃഷിയും പശുവും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലും. അജു ഓരോ കഥ പറയുമ്പോഴും അത് എൻ്റെ ജീവിതാനുഭവമാണല്ലോ എന്നോർക്കും. തുലാമാസത്തിൽ ഇടിയും മിന്നലും മഴയും ഉണ്ടാകുമ്പോൾ പിറ്റേന്ന് വൈക്കോൽ തുറുവിൻ്റെ താഴെ നിറയെ കൂണും മുളച്ചു വരും. പക്ഷെ ഞങ്ങൾ അത് കറി വെക്കാറില്ല. വല്ല വിഷക്കൂണാണെങ്കിലോ. ചക്കയിടുന്ന ദിവസം പച്ചച്ചക്ക വയറ് നിറയെ തിന്നും. പുളി പറിക്കുന്ന ദിവസം വയറ് നിറയെ പുളി തിന്നും. പിറ്റേന്ന് ടോയ്ലറ്റിൻ്റെ മുന്നിൽ പിള്ളേർ സെറ്റ് ക്യൂ ആയിരിക്കും. പാടത്തെ പണിക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ വരമ്പത്തിരുന്ന് കഞ്ഞി കുടിക്കണം, അത് നിർബന്ധമാണ്. നിങ്ങളുടെ വീഡിയോകൾ എന്നെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് 60 വയസ്സുള്ള ഞാൻ ഇപ്പോഴും കുട്ടിയായിരിക്കുന്നു. നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. അടുത്തത് സജി ആഞ്ഞിലിപ്പ. ഞാൻ തോന്നുന്നുണ്ട് കോട്ടയം അച്ചായൻ എന്ന് പറഞ്ഞിട്ട് ആള് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാ കമൻ്റ് ഇടാറുള്ളതാണ്. സരിത സംസാരം. ഞങ്ങൾ കോട്ടയമായിട്ട് വലിയ വ്യത്യാസം. ഈ പറഞ്ഞ പോലെ എന്നാന്ന് ചോദിക്കും നിങ്ങൾ, ഞങ്ങൾ എന്തുട്ടാന്ന് ചോദിക്കും. അതാണ് കുറേ വ്യത്യാസമുണ്ട് ഇതുപോലെ. അടുത്തത് സിജോ പടിക്കൽ. ഹായ് അജു, സരിത, ജഗ്ഗു, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്നത് ടി വിയിലേക്ക് യൂട്യൂബ് കണക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ കാക്കേനെ കൊണ്ട് വലിയ ശല്യമില്ല. ഞാൻ കാണുന്നത് ടി വിയിലേക്ക് യൂട്യൂബ് കണക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് മെസ്സേജ് അയക്കാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോ മൊബൈൽ എടുത്ത് ഓരോന്നും മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ സമയം ഒരുപാടാവും. അത് കാരണം ഞാൻ കോമൺ ആയിട്ട് ഒരു മെസ്സേജ് അയക്കാമെന്ന് കരുതി. നിങ്ങളുടെ വീഡിയോ എന്തായാലും നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. നിങ്ങളുടെ അവതരണവും എല്ലാം, സരിതയുടെ വർത്താനങ്ങളും എല്ലാം നല്ല ഭംഗിയാണ്. നിങ്ങളുടെ ഹൈലൈറ്റ്. പിന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആരോ പറഞ്ഞു അജുവിനെ സഹിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സരിത എങ്ങനെ അജുവിനെ സഹിക്കണോ എന്നിട്ടുള്ള കമൻസ് കണ്ടിരുന്നു. നിങ്ങളുടെ സഹകരണവും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു കാരണം. പിന്നെ നിങ്ങളുടെ ഹൈലൈറ്റ് കുറേ തമാശകൾ, തൃശ്ശൂർ ശൈലി, പിന്നെ കൃഷികൾ എല്ലാം ടച്ച് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടുകുടുംബം. പല വീടുകളിലാണെങ്കിലും നിങ്ങളൊരു കൂട്ടുകുടുംബം പോലെയാണ്. അനിലും ചേട്ടനും ചെറിയേട്ടനും എല്ലാവരും കൂടിയുള്ള ആ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് അനിലേട്ടൻ്റെ ഒരു സംരക്ഷണം, അനിലേട്ടൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടുന്നതും എല്ലാം വളരെ ഭംഗിയാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോ വീഡിയോസും പുറത്തു പോയിട്ടുള്ളതും മറ്റത്തുള്ള അല്ലി ചേച്ചിയുടെ കാറ്ററിങ്ങും മറ്റൊരു സുഹൃത്തിൻ്റെ മഞ്ഞൾ കൃഷി നടത്തിയ സ്ഥലം എല്ലാതും വളരെ ഭംഗിയായി ചെയ്യുന്നു. വളരെ നന്ദി. ഞങ്ങൾക്ക് അവിടെയൊന്നും വരാൻ സാധിക്കില്ല, ഞങ്ങൾ പുറത്തായതുകൊണ്ട്. എന്നെങ്കിലും നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളൊരു സംശയം പറഞ്ഞിരുന്നു, തൃശ്ശൂർക്കാരൻ ആയിരിക്കുമെന്ന്. ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാണ്. എൻ്റെ വീട് നിങ്ങളുടെ സ്ഥലത്തിനോട് സമീപത്ത് തന്നെയാണ്. എൻ്റെ വീട് തലൂർ എന്ന സ്ഥലത്താണ്. പിന്നെ പാമ്പിൻ്റെ ന്യൂസ് വല്ലതുമുണ്ടോ ശ്രദ്ധിക്കണം. മരങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അധികം വൈകാതെ നേരിൽ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം. എന്തൊരു വലിയ കമന്റ്. തലൂരും ഇവിടെ തൊട്ടടുത്ത്. തലൂർക്ക് തൃശ്ശൂർ ഇവിടുന്ന് 3 കിലോമീറ്റർ, നമ്മളവിടെ 3 കിലോമീറ്റർ ഒല്ലൂരിന്ന്. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കാണട്ടെ. അത് ആളിടാറില്ല, ഇടുമ്പോൾ അങ്ങോട്ട് ആഘോഷമായിട്ട് അങ്ങോട്ട് ഇടാണ്. ഒരു ഫുൾ കുപ്പിയുടെ വലിപ്പത്തിലുള്ള കമന്റാണ് ഇട്ടോണത്. രഞ്ജിത്ത് മേനോൻ. കേരളത്തിലുണ്ടാകുന്ന അറബി ഫുഡുകൾക്ക് ഒറിജിനലായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒന്നല്ല ഉണ്ടാക്കുന്നത്. ഇറച്ചി അടിച്ച് ചതച്ച് ലൈറ്റായിട്ട് മസാലകൾ ഉപയോഗിച്ച് കനലിൽ ചുട്ടെടുത്താണ് ഉണ്ടാക്കുന്നത്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. കുബൂസ് ആവിയിൽ ചൂടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പാനിലാണെങ്കിൽ ഡ്രൈ ആയി പോകും. റൊമാൽ റൊട്ടി ആയിരിക്കും അജുവായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഡബിൾ സന്തോഷം. അല്ല, പത്തിരി പോലത്തെ ഒരു സാധനം. പത്തിരി പോലത്തെ കട്ടിയിലുള്ള വെള്ള കളറുള്ള സാധനമാണ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ. അതതിൻ്റെ ഒപ്പം മൈദോണ്ട് ഉണ്ടാക്കണ തന്നെയാണ്, ഈസ്റ്റ് ഒക്കെ ചേർത്തിട്ടുള്ള തന്നെ. കുബൂസിന്റെ ടേസ്റ്റ് തന്നെയാ. ഞാൻ കുബൂസാന്ന് ചേച്ചിട്ടിരുന്നു തുടങ്ങുന്നത്, അപ്പൊ അതല്ല എന്ന് പറയുന്നുണ്ട്. അതല്ല. അടുത്ത് നെവിൻ ഫെർണാണ്ടസ്. വീഡിയോയുടെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ പഴയ വീഡിയോയിൽ നിന്നും എഡിറ്റ് ചെയ്ത് ഓർമ്മകൾ എന്നുള്ള നിലയിൽ ഇട്ടേക്കുവാണെന്ന് കരുതി. എല്ലാവരെയും ഒന്നിച്ച് വീണ്ടും കണ്ടപ്പോൾ ആ പഴയ വീഡിയോകളുടെ ഒരു ഓർമ്മയും ആ ഒരു ഫീലും വീണ്ടും വന്നു.
നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ കുബൂസ് അഥവാ അറബിക് കുബൂസ്. നമ്മളിവിടെ ഷവർമയുടെ കൂടെയും ഇതുപോലെ അൽഫാമിൻ്റെ കൂടെയും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വെള്ള കളറുള്ള ബ്രെഡാണ്. അതിന് കുബൂസ് എന്ന് പറഞ്ഞാണ് നാട്ടുകാരെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരുന്നത്. ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ സജീവമായപ്പോഴേക്കും അറബിക് കുബൂസ് ഇങ്ങോട്ടും വരാൻ തുടങ്ങി. ഇവിടെ ലുലുവില് എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ കണ്ടമാനം വെച്ചിട്ടുണ്ട് കുബൂസ്. അടുത്തത് ലീല അലക്സാണ്ടർ. സരിത, those matanga is not good to eat or for our Indian cooking. They are called pumpkin in America. Those are very popular for festival called Halloween decorations. കണ്ടില്ലേ ഇങ്ങനെ മത്തങ്ങ, വലിയ മത്തങ്ങയ്ക്ക് ഇങ്ങനെ കണ്ണ് ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ കണ്ണൊക്കെ കട്ട് ചെയ്തിട്ട്, മൂക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, വായ ഇങ്ങനെ 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 വായ അതിൻ്റെ ഉള്ളിൽ ലേറ്റ് അങ്ങനത്തെ മത്തങ്ങ ഹാലോവിൻ ഫെസ്റ്റിവൽ ഉണ്ടാവില്ലേ, ഈ എന്താ പറയുക പ്രേതങ്ങളുടെ പോലെ കെട്ടിയിട്ട് അങ്ങനത്തെ എന്താ പറയാ മുഖം മൂടിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ റോട്ടിൽ ഇറങ്ങിയിട്ടൊക്കെ ഉള്ള ഒരു ആഘോഷമുണ്ട് അമേരിക്കക്കാരുടെ. അതിന് ഉപയോഗിക്കണത് അന്നത്, അല്ലാണ്ട് കൂട്ടാൻ വയ്ക്കാൻ കൊള്ളില്ലാന്ന്. നമ്മളുടെ കറികളില്ലേ ശരി തന്നെയാ, അത് ടേസ്റ്റ് ഇല്ലേ കൂട്ടാൻ വെച്ചപ്പോൾ. അമേരിക്കൻസ് മേക്ക് സ്വീറ്റ്സ് ആൻഡ് കേക്ക്സ് വിത്ത് ദാറ്റ്. അത് ചിലപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ കൊള്ളില്ലെങ്കിലും കറി വയ്ക്കാൻ പറ്റില്ലെങ്കിലും സ്വീറ്റ്സ് അങ്ങനത്തെ ഉണ്ടാക്കാൻ നല്ലതാണ്. നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. ഒരു 4-5 വലുതായി നിൽക്കുന്നുണ്ട് ഇത്രയ്ക്ക് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ചേട്ടൻ ഈ കൈനെ പറ്റി പിന്നെ കടന്നിട്ടില്ലല്ലോ, നനയ്ക്കണ്ടേ? നനച്ചു, ഇന്നലെ നനച്ചു, ഞാൻ എടുത്ത് കൈ കൊണ്ട് നനച്ചു. അടുത്തത് രജനി പത്മനാഭൻ. ഇത് എവിടെ നിന്നാണ് ചങ്ങാലിക്കോടന് തൈ കിട്ടിയത് പറയാമോ? ചങ്ങാലി വെള്ളാനിക്കര, ഈ മണ്ണുത്തി പടിഞ്ഞാറ വെള്ളാനിക്കര ഇല്ലേ, അവിടെ വെള്ളാനിക്കര ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പടിഞ്ഞാറ വെള്ളാനിക്കര സൂപ്പർ മാർക്കറ്റ്, ആണ്ടുണ്ണി തേവര അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ പച്ചക്കറി തൈകളും ഇതൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം. അതിൻ്റെ ഓപ്പോസിറ്റ് ശരിക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ ചങ്ങാലിക്കോടൻ്റെ തൈകൾ ഒക്കെ കിട്ടും. കുറേ വില കുറവാണ്, വളരെ വില കുറവാണ്. എല്ലാ പച്ചക്കറി തൈകളും കിട്ടും കേട്ടോ. ഇനി വാങ്ങിക്കാൻ പോകുമ്പോൾ ക്ലിപ്പ് എടുക്ക് ചേട്ടൻ. ഇനി പോകുമ്പോൾ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് നമുക്ക് ഇതിൻ്റെ ഇടാം. അടുത്തത് മണികണ്ഠൻ നായർ. ഗ്യാസ് കിട്ടാനില്ലാത്തപ്പോൾ സരിതേച്ചിക്ക് ഒഴിവാക്കി കൂടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത്? എത്ര ഗ്യാസ് വേസ്റ്റ് ചെയ്യുന്നു? എന്തുണ്ടാക്ക ശരിക്കുന്നു ചേട്ടൻ പറഞ്ഞാണ് ചെയ്തത്. അത് കാരണം ആളൊന്നും മിണ്ടാണ്ടിരിക്കണം. അവിടെ പാചകം ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. ഇവിടെ നിന്ന് ഗ്യാസും കുറ്റിയും എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വെറുതെ നിൽക്കുകയാണല്ലോ അടുത്ത്. ഞാൻ കൃഷിപ്പണി ഒപ്പം ചെയ്യണ ആളായിരുന്നു വെച്ചെങ്കിൽ ഈ പാചകം ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കൊപ്പം അവിടെ നിന്ന് ചെയ്യാം. ഞാനതൊന്നും ചെയ്യണില്ലല്ലോ. അതുകൊണ്ടാണ് ചേട്ടൻ. പിന്നെ മാത്രമല്ല ആ സമയത്ത് പണിയെടുക്കുമ്പോൾ എങ്ങനെയായാലും വിശക്കും. അപ്പം അതങ്ങോട്ട് പണിയെടുത്ത് അങ്ങോട്ട് കഴിയുമ്പോൾ സാധനം കഴിക്കാൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഷിബി സൂര്യ. ഹായ്, മൈ നെയിം ഈസ് ഷിബി ഫ്രം ചിയാരം, നിയർ ടു യു. Always watching your video. Very nice presentation. Keep it up. Presently I am in Maldives. While coming, we can meet hopefully. തീർച്ചയായും കാണാം. അടുത്ത് ഷംന കെ. ഹായ്, ഞാൻ തൃശ്ശൂർ അന്തിക്കാടാണ്, പ്രോപ്പർ കണ്ണൂരാണ്. ഹസ്സിന് ജോലി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നു. അപ്പം കണ്ണൂർക്കാരിയാണ് കേട്ടോ. കുറേ പേര് നമ്മൾ കാണുന്നത് മുഴുവൻ തൃശ്ശൂർക്കാർ അങ്ങോട്ട് പോയിട്ട് നമ്മൾ തൃശ്ശൂരിനെ മിസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. ഇത് നേരെ തിരിച്ചാണ്. കണ്ണൂരിൽ നിന്ന് ഞാൻ മഞ്ഞൾ, കൂവ, ചേമ്പ്, കാച്ചിൽ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് നട്ടു. എല്ലാം നന്നായി ഉണ്ടായി. ബട്ട് പപ്പായ കൂടുതൽ തൈകൾ നട്ടു. ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ജൂൺ മാസമായിരുന്നു. മഴ കൂടിയപ്പോൾ ഇലകൾ മഞ്ഞ കളറായി എല്ലാം നശിച്ചു. മഴക്കാലത്ത് പപ്പായ ഇവിടെ നന്നാവില്ല എന്ന് മനസ്സിലായി. തൃശ്ശൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നാടാണ്. കൂർക്ക കണ്ടതും കഴിച്ചതും പിന്നെ കൃഷി ചെയ്തതും ഇവിടെ നിന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ സാധനം നട്ടിട്ടില്ലേ, ഏത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അത് നട്ട 750 രൂപയാണ് ഇതിന്റെ വില. അതാകുമ്പോൾ കാലാകാലത്തേക്കായി. മറ്റേ ഡ്രമ്മാകുമ്പോൾ വെയിലത്തിരുന്നിരുന്ന് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിയൊക്കെ പോവും. പിന്നെ അതിന് എത്രയാ വില? ഇങ്ങനെ ഇതിന് 750 രൂപ വില. ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഞങ്ങളും ആലോചിക്കേണ്ടത് വർഷക്കാലത്തേക്ക് പപ്പായ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നട്ടാലോ എന്ന്. പിന്നെ എന്തിട്ടായാലും കുഴപ്പമില്ല, വർഷക്കാലം ഒരു 2-3 മാസമല്ലേ അല്ലേ. അടുത്തത് ടേസ്റ്റ് ഓഫ് കേരള. ഹായ് അജുവേട്ട, സരിത. ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ സൂപ്പറായിരുന്നു. അജുവേട്ടൻ പറയുന്നത് കറക്റ്റാണ്. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള നമ്മുടെ ആവശ്യത്തിനുള്ളത് നടുന്നതാണ് നല്ലത്. നിങ്ങളുടെ കൃഷി കണ്ട് ഞാനും ചെറിയ തൈ കൃഷി ചെയ്തു.
ജൈവവളം മാത്രം ഇട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞും അധികമുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് നടുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്കും കൃഷിയോട് വലിയ ഇഷ്ടമാണ്. നിങ്ങളാണ് അതിന് പ്രേരണ ആയത്. ഇപ്പോൾ വെജിറ്റബിൾ വാങ്ങിക്കാറില്ല. സരിതയുടെ ഷോപ്പ് നന്നായി പോകുന്നുണ്ടല്ലേ? അജൂസ് വേൾഡ് എല്ലാവിധ ഭാവുകങ്ങളും. അതന്നെ, നമുക്ക് ആവശ്യമുള്ള ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഈ ജൈവ കൃഷി ചെയ്യുന്നത് ലാഭകരം എന്നല്ല ശരിക്കും. അതിന് നനയ്ക്കലും അതിൻ്റെ വളം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാം ഈ ജൈവ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്നാലും നമുക്ക് കാണാം. നമുക്ക് വലിപ്പത്തിലുള്ളതൊന്നും അല്ലേ, കൈപ്പക്കായൊക്കെ അല്ലെങ്കിൽ ചുക്കിൽ പിടിച്ചത് ഇത്രേശം പോന്തൊക്കെ ആയിട്ടാണ് കിട്ടുള്ളൂ. നല്ലത് അങ്ങനെ ഭയങ്കര വലിപ്പമായിട്ട് ആദ്യത്തെ വിളവ് മാത്രം, അത് ജൈവ കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വിളവ് മാത്രം നല്ല ഭംഗിയുള്ള കയ്പക്കായ കിട്ടും. ഒരു 3-4 എണ്ണം കിട്ടും. പിന്നെയുള്ളതൊക്കെ ചെറുതായി ചുക്കിലായിട്ട് വരും. പക്ഷെ കോവക്കായ്ക്ക് എങ്ങനെയില്ല, കോവക്കായ ഇന്നും ജൈവ കൃഷി ചെയ്താലും രാസവള കൃഷി ചെയ്താലും ഒക്കെ രാസവളത്തിന്റെ ആവശ്യമില്ല. അതായത് ഇപ്പം ഈ ജൈവ കൃഷി ചാണപ്പൊടിയും ഇതും ചാരം ഇട്ട് വെറും ഈ വെളുത്തുള്ളി മിശ്രിതം പോലത്തതല്ല, അങ്ങനത്തെ ജൈവ കീടനാശിനി അടിച്ചിട്ട് അതുമാതിരി കിട്ടണ ഓരോ വീഡിയോകൾ കാണാം ചില യൂട്യൂബേഴ്സിൻ്റെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും അതല്ലേ ചെയ്യുള്ളൂ. ഈ ഇംഗ്ലീഷ് വളവും ഇങ്ങനത്തെ രാസകീടനാശിനികൾ ആരെങ്കിലും ഉപയോഗിക്കൂ? അത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഈ ചിലവർ ജൈവ കൃഷി കർഷകൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലൊരാളുണ്ടെന്ന്. ആള് ജൈവ ഇത് മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ഭയങ്കര വിലയിലുമാണ് ആൾ വിൽക്കണതും. എന്നിട്ട് നാട്ടുകാർ കാണാണ്ട് രാത്രിയിലൊക്കെയും ഇംഗ്ലീഷ് വളവും വിഷമൊക്കെ അടിക്കുന്നു നല്ലോണം. അങ്ങനെയാണ്. അടുത്തത് ഗീത സന്തോഷ്. അജു എൻ സരിത നല്ല വീഡിയോ. അജു പറഞ്ഞത് വളരെ ശരിയാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കിയാൽ മതി. വേസ്റ്റായി പോകുന്നത് കാണുമ്പോൾ വിഷമമാണ്. ഇവിടെ ട്രിവാൻഡ്രം ചാവാലി പപ്പായ തൈ ചാവാലി എന്നുള്ള വാക്കൊക്കെ പഠിച്ചു അല്ലേ? പപ്പായ തൈ ₹70. എങ്ങനെയൊക്കെ നോക്കിയാലും അത് പിടിച്ചു കിട്ടുകയുമില്ല. എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇന്ന് നേരത്തെ കണ്ടു, അതുകൊണ്ട് കമൻറ്റ് എഴുതാമെന്നും ഇന്ന് കരുതി. ജഗ്ഗുകുട്ട, ഫിസിക്സ് പരീക്ഷ പ്രയാസമായിരുന്നോ? ന്യൂസ് പേപ്പറിൽ അങ്ങനെ എഴുതി കണ്ടു. ലവ് യു ഡിയേഴ്സ്. അതാണ് കോമഡി. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ കുറച്ച് സമയം ഇങ്ങനെ നിന്നു ചിരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്, എളുപ്പമുണ്ടാ? എളുപ്പമായിരുന്നു. കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ കിട്ടുമോ? അപ്പോൾ കിട്ടും. മോഡൽ എക്സാമിനേക്കാൾ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിലൊക്കെ കണ്ടു. പിന്നെ ഞാൻ നമ്മുടെ ദിവയിലുള്ള ശരണ്യുണ്ട് സ്റ്റാഫ്, ശരണ്യയുടെ മോനും 10ലാണ് പഠിക്കണം. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ശരണ്യ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവനോട് വന്നിട്ട് പറഞ്ഞു, അല്ല അവനോട് പറയല്ല, ഞാൻ അമ്മയുടെ അടുത്ത് ഫോൺ വിളിക്കുക. അപ്പോൾ അമ്മ അവൻ്റെ പരീക്ഷയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫിസിക്സ് പരീക്ഷ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, പേപ്പറിൽ വരെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുന്നത്, ജഗ്ഗുവിന് പക്ഷേ എളുപ്പമായിരുന്നു. അപ്പോൾ ജഗ്ഗു എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കേട്ടു, ഫിസിക്സ് പരീക്ഷ അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പേപ്പറിലും ഉണ്ടായിരുന്നു. അന്നേ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? അതാണ് ജഗ്ഗു. അടുത്തത് രജിത പ്രവീൺകുമാർ. സരിത, എൻ്റെ കമൻറ്റ് വായിച്ചതിൽ സന്തോഷം. എനിക്കും അച്ഛനും ഒക്കെ പൊടി അലർജി ആയതുകൊണ്ടാണ് ഞങ്ങൾ തലേന്ന് വെള്ളം ഒഴിച്ചിടുന്നത്. പിന്നെ നനവ് ചെറുതായിട്ടേ ഉണ്ടാവുകയുള്ളൂ. തലേന്നാവുമ്പോഴേ നല്ല ഉണങ്ങിയ മണ്ണായതുകൊണ്ടാണ് തലേന്ന് നനയ്ക്കുന്നത്. വേഗം പുല്ല് പറഞ്ഞു കിട്ടും. പിന്നെ പുല്ല് കുടഞ്ഞ് കുറച്ച് മണ്ണടക്കം കമ്പോസ്റ്റ് കുഴിയിലിടും. എൻ്റെ ഹസ്സിനെ പോലെയാണ് അജു. ഞങ്ങൾ പറയുന്നത് കേൾക്കില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യും. പിന്നെ ഒരു കള്ളച്ചിരിയും. അപ്പോൾ ഞങ്ങളും ചിരിച്ചു പോകും. പിന്നെ എല്ലാ എപ്പിസോഡ് 9 മണി 9:30 കാണും. ചായ സമയം TV-യിലാണ് കാണുന്നത്. അതാണ് കമൻ്റ് ഇടാത്തത്. കുറേ പേര് പറയും കമൻ്റ് ഇടാത്തത് TV-യിൽ കാണുന്ന കാരണം. അടുത്ത് റെജി രാജൻ. പച്ച പപ്പായ കിലോ 60 രൂപയ്ക്കാണ് ബാംഗ്ലൂരിൽ വാങ്ങിക്കുന്നത്. പഴുത്ത് വാങ്ങിക്കുമ്പോൾ വില പിന്നെയും കൂടും. പപ്പായ നിസാരക്കാരനല്ല അജു. ഷർമിള റെജി. ഇന്നലെ ഞാൻ ഇത് കിളി പോയിട്ട് ഇട്ടേക്കണ കമൻ്റാണ്. ഇന്നലെ ഞാൻ വീഡിയോ കണ്ടോ ആവോ? നൈറ്റ് കഴിഞ്ഞ് വന്നത് കാരണം ഒരു ബോധവും ഇല്ലായിരുന്നു. കാണാതിരിക്കില്ലേ, കണ്ടുണ്ടാവും. കമൻ്റ് ഇട്ടില്ലേ, തേങ്ങ ഒന്നും ഓർമ്മയില്ലെന്ന്. അങ്ങനെ ഷർമിള റെജി പഠിക്കാനും പോകുന്നുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളും ജോലിക്കും ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റ് ഇടും. പാവം, അതാണ് സൂപ്പർ വുമൺ. എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യണം. നമുക്കുള്ള 24 മണിക്കൂർ തന്നെ അവർക്കുള്ളൂ. എന്നിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ 24 മണിക്കൂർ കൊണ്ട് ചെയ്യണം ഈശ്വര. അങ്ങനെ. അപ്പോൾ നിർത്താട്ടെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.